നോക്കി കണ്ട് എഴുതണം. എവേ എവേ ഇൻ ദ നോർത്ത് ലാൻഡ്. എവേ എവേ ഇൻ ദ നോർത്ത് ലാൻഡ് എന്ന് വെച്ചാല് അങ്ങ് ദൂരെ വടക്കേ ഇന്ത്യയിൽ. വടക്കേ ഇന്ത്യ? അച്ഛമ്മ അങ്ങനെയൊന്നും അല്ല ടീച്ചർ പഠിപ്പിച്ചേ. അച്ഛമ്മ ഒന്ന് പോവാവോ? ഞാൻ ഇരുന്ന് പഠിച്ചോളാം. നീ ഒന്നും വിട്ടായിരുന്നേ, നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം. പിന്നെ മൂപ്പിക്കാൻ പറ്റും. അച്ഛനെ വീട്ടിലിരുത്തി ഇംഗ്ലീഷ് പഠിപ്പിച്ച ഇത്രയും നിന്നോടല്ല ഞാൻ പൊളിക്കാം. ഈ അച്ഛമ്മ വെറുതെ എന്നെ ചീത്ത പറയാ. ചുമ്മാ ടീച്ചർ പഠിപ്പിക്കണമൊന്നും അല്ല ഈ അച്ഛമ്മ പറയണേ. വേറെ എന്തൊക്കെയാ? ഇംഗ്ലീഷ് പഠിക്കാൻ വന്നില്ല. എന്നെ വലിയ കളിയാക്കൊന്നും വേണ്ട. ഞാൻ പഴയ MA PhD ഇംഗ്ലീഷിന് അറിയാവുന്നല്ലോ. MA PhD കാരിയുടെ കഴിവ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് ഇംഗ്ലീഷുകാരോട് കുറച്ച് ചോദ്യം ചോദിക്കാം ഇംഗ്ലീഷിൽ. അതിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നമുക്ക് നോക്കാലോ. നീ നോക്കണം. അച്ഛമ്മേ, your time starts now. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതിന്റെ മലയാളം പറയും. ഇതൊരു ലോക തത്വമാണ്. രോമം ഒരു ദിവസം കൊണ്ട് മുളക്കില്ല. നോക്കി കണ്ട അടുത്ത് ചോദിക്കണം. ബിവെയർ ദ ഫ്യൂരി ഓഫ് എ പേഷ്യന്റ് മാൻ. രോഗിയായ മനുഷ്യന് കൂലി കൊടുക്കരുത്. അടുത്ത ചോദിക്കണം. നെവർ ലെറ്റ് ദ സൺ ഗോ ഡൗൺ ഓൺ യുവർ ആങ്കർ. അതിന്റെ അർത്ഥം പറ. അത് കൊള്ളാം. പറ അച്ഛമ്മേ. Never let the sun go down. ഗോഡൌണിൽ വെച്ച് മകനെ വഴക്ക് പറയും. സമയം കളയാതെ അടുത്ത ചോദിക്കണം. ഞാനിവിടെ ഉത്തരം പറയാൻ മുട്ടിയിരിക്കുക. A loaded wagon makes no noise. ലോഡ് വാഗൺ വോയിസ്. ലോഡുമായി വാഗണിലേക്ക് പോകുമ്പോൾ ഒച്ച വയ്ക്കരുത്. ഹൈറേഞ്ചിലേക്ക് പോകണ വഴിയാ. അപ്പൊ ഒച്ച വയ്ക്കാൻ പാടില്ല. ഹൈറേഞ്ചിലേക്ക് പോകുമ്പോൾ ഒച്ച വയ്ക്കാൻ പാടില്ല. ചുമ്മാ എങ്ങനെ കാണിക്കാൻ അടുത്ത് ചോദിക്കടാ. It's never too late to mend. അർത്ഥം പറ. Never too late to mend. നീ ഒന്നും മെന്റലാവാൻ ഇനി അധികം താമസമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് കറക്റ്റ്. അടുത്ത ചോദിക്കടാ. Do unto others as you would others do unto you. അത് പൊളിച്ച്. പോടാ അവിടെ നിന്ന്. ഇത് പണ്ടേ കുതിരവട്ടം ബാപ്പു പറഞ്ഞു വെച്ചേക്കണ. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ തന്നോട് തന്നെ ചോദിക്ക് താൻ ആരാണ്. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. അവൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നേക്കണം. എടാ, ഞാൻ പഴയ MA PhD പോയി തരത്തിൽ പോയി കളിക്കടാ. അച്ഛാ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അച്ഛനെന്നാ മലയാളത്തിൽ ചോദിക്കാം. അച്ഛമ്മ ഇംഗ്ലീഷിൽ ഉത്തരം പറയട്ടെ. നീ എന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ അല്ലേ? നീ ചോദിക്കടാ. മലയാളം എങ്കിൽ മലയാളം, ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഞാനേ പഴയ MA PhD. എന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അതൊന്ന് ഇംഗ്ലീഷ് പറ. ഞാനൊന്ന് കേൾക്കട്ടെ. പറ. എന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് പറ. My work is done. Dun 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 dun. കിടക്കാണ്ട് എണീറ്റ് പഠിക്കണം. എവേ എവേ ഇൻ ദ നോർത്ത് ലാൻഡ്. അങ്ങ് ദൂരെ വടക്കേ ഇന്ത്യയിൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?